ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു സ്രഗിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു സ്രഗിൻ്റേത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ പിറകു വശത്ത് കാണുന്ന ഈ ഒരു ക്യാപ്പാണ്. നമ്മൾ നോർമലായിട്ട് ഗേൾസിൻ്റെ ഡ്രസ്സിന് ഇതുപോലെ ഒരു ക്യാപ്പ് കാണാറേ ഇല്ല. നമുക്ക് തോന്നും ഈ ഒരു ക്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെയിൻ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും ഇത് കാണുമ്പോൾ. ഞാനും ഫസ്റ്റ് അങ്ങനെയൊക്കെയാണ് കരുതിയത്. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. എന്താ പറയുക, നോർമൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഐ ആം ഷുവർ ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു നോക്കുക. ഈ ഒരു ഓവർകോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നെറ്റ് ക്ലോത്താണ്. ഗോൾഡൻ കളർ സെൽഫ് ഡിസൈനുള്ള നെറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അതും സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലെയിൻ ടോപ്പ്, അതായത് കുഞ്ഞൊരു ടോപ്പ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് കേട്ടോ, പ്ലെയിൻ ഷിഫോൺ വെച്ചിട്ടാണ് ചെയ്തത്. ഇതിന് മുകളിലാണ് ഓവർകോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിനേക്കാളും ഒരു 3 ഇഞ്ച് ഇറക്കിയിട്ടാണ് ഞാനിപ്പോൾ സ്രഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ആ ഇലാസ്റ്റിക് ബാൻഡ് അവിടെ കാണണം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ 60 രൂപയുടെ നെറ്റ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. രണ്ടായിട്ട് മാത്രമാണ് ഫോൾഡ് ചെയ്യുന്നത്. നോർമലി നമ്മൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്യുക. പക്ഷേ ഇവിടെ ഞാൻ ബാക്ക് പീസ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ അളവുകൾ മാർക്ക് ചെയ്യാം. ആദ്യം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ 4.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്തങ്ങ് പോവാം. ലാസ്റ്റ് നെക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് കൈക്കുഴിയാണ്. കൈക്കുഴിയും 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നോർമലായിട്ട് എത്രയാണോ ഷോൾഡർ വരുന്നത് അത് തന്നെയാണ് കൈക്കുഴിക്കും നമ്മൾ എടുക്കാറുള്ളത്. ഇനി നമ്മളിതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എല്ലാ ഡ്രസ്സിനും ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനും ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളവിടെ കുഞ്ഞ് കേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് വേണ്ടത്. എനിക്ക് 6.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ കൈക്കുഴി മാർക്ക് ചെയ്ത പോയിന്റിലാണ് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നേരെ താഴ്വശത്തേക്കും ഞാൻ സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത്. നോർമലായിട്ട് നമ്മളവിടെ കുറച്ചിട്ടാണ് എടുക്കാറ്. പക്ഷേ ഇത് സ്ട്രഗ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴ്വശത്തും എങ്ങനെയാണോ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അത് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇറക്കമാണ്. ഞാനിവിടെ ടോട്ടൽ 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് ഇറക്കം മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് വേറൊരു ഡ്രസ്സിൽ നിന്നും അളവെടുത്തിട്ട് ഒരു ഡ്രസ്സ് കട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഇതിനു മുന്നേ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അളവെടുക്കാനുള്ള മെത്തേഡൊക്കെ മനസ്സിലാവും. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നോർമലി 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി ഞാൻ മാർക്ക് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. 1/2 ഇഞ്ച് കുറച്ചിട്ട് 2 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നോർമലി നമ്മൾ ഹൈനെക്കിനൊക്കെ ചെയ്യുന്ന ഒരളവാണ് ഈ ഒരു ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നെക്കിൻ്റെ അളവായിട്ട് എടുക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്കിൻ്റെ വീതിയും അതുപോലെ തന്നെ ഇറക്കവും ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഒത്തിരി ഇറക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുക കേട്ടോ. സാധാരണ ഹൈനെക്കിന് നമ്മൾ 1/2 ഇഞ്ച് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ഈ ഒരു ക്യാപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനൊരു 1 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ഇറക്കി സ്ലോപ്പ് ചെയ്താലും മതി. ഞാനിപ്പോൾ മാർക്ക് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ നെക്കും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഓരോ പോയിന്റും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ടും ശ്രദ്ധയോടും കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ക്ലോത്ത് എടുത്തിട്ട് അത് വീണ്ടും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ബാക്ക് പീസ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷം ആ മടക്ക് വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ മടക്ക് വരുന്ന ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഓരോ ഇഞ്ച് താഴ്വശം വരെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഓരോ പോയിന്റും യോജിപ്പിച്ച് നമുക്കതൊരു ലൈനാക്കി എടുക്കാം കേട്ടോ. ഈ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റ് വിട്ടിട്ട് അവിടേക്ക് നമ്മൾ ബാക്ക് പീസ് നേരത്തെ അളവെടുത്ത് കട്ട് ചെയ്തില്ല, ആ ഒരു പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വേറെ അളവുകളൊന്നും വ്യത്യാസം വരുന്നില്ല. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് കാണാം, ഞാനിവിടെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വിട്ടതിന് ശേഷം അവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നെക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ബാക്ക് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തത് സെയിം മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കാം. അതായത് ബാക്ക് പീസ് വെച്ചിട്ട് അതിൻ്റെ അളവിൽ കറക്റ്റായിട്ട് ഈ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നെക്കിൻ്റെ കട്ടിങ് ചെയ്തിട്ടില്ല, അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കം വ്യത്യാസമായിരിക്കും, പക്ഷേ വീതി കറക്റ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ വീതി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഇറക്കം ഞാൻ നോർമലി 3 ഇഞ്ചാണ് എടുക്കാറുള്ളത്, പക്ഷേ ഇവിടെ ഞാൻ ഈ ക്യാപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2.5 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത 2 പോയിന്റും തമ്മിൽ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. നമ്മൾ നോർമൽ നെക്കിന് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ 1 ഇഞ്ച് ഉൾപ്പെടെ വേണം നമ്മളത് ബോക്സ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന അളവ് തന്നെ കിട്ടും, എക്സ്ട്രാ വരില്ല കേട്ടോ നെക്ക്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതിനെ ഒന്ന് കേർവ് ചെയ്തെടുക്കാം, ഒരു റൗണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രണ്ട് ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ വെച്ച് താഴ്വശം വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരേ അളവിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ഇപ്പോൾ നമ്മൾ 2 പാർട്ടാക്കി എടുത്തു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈക്കുഴി ഫസ്റ്റ് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ മുകളിൽ നിന്നും നേരെ ഇതുപോലെ മൂവ് ചെയ്ത് കറക്റ്റ് എത്രയാണോ കിട്ടുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 5.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. സ്ലീവിൻ്റെ വീതിയാണ്, മുകൾ വശത്തെ വീതി നമ്മൾ എടുക്കുക ഇതുപോലെ അളന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ക്ലോത്ത് 4ആയി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 6.5 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ ഒരു 7 ഇഞ്ചോളം ഉണ്ട് ക്ലോത്ത്. അത് കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ഇറക്കാണ് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കാണ് കേട്ടോ. ഞാനിവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. താഴ്വശത്ത് ഫോൾഡ് ചെയ്യാൻ 1 ഇഞ്ചും മുകൾ വശത്ത് 1/2 ഇഞ്ചും അടക്കം 1.5 ഇഞ്ച് എക്സ്ട്രാ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ അളവുകൾ മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഞാൻ 6.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്തെടുക്കുകയാണ്. കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഒരു 2 ഇഞ്ച് ഇറക്കിയിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഈ 2 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇറക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് വേറൊരു അളവ് മാർക്ക് ചെയ്യാതെ ഇതുപോലെ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് ടേപ്പ് ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് സ്ലീവിൻ്റെ അളവ് കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്ലീവിൻ്റെ താഴ്വശത്തെ അളവ് എത്രയാണോ അത് അളന്ന് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാപ്പ് മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ, അത് ലാസ്റ്റാണ് കട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നെക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പീസും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ 2 ഭാഗവും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്ക് പീസ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസും കറക്റ്റായിട്ട് വെക്കുക. 2ൻ്റെയും നല്ല വശങ്ങളാണ് വരേണ്ടത് കേട്ടോ. ബാക്ക് പീസിൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശങ്ങളും ഇതുപോലെ വെച്ചതിന് ശേഷം
ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് എടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ താഴ്വശം നമ്മൾ അരയിഞ്ച് ഫോൾഡ് ചെയ്യുക. വീണ്ടും അരയിഞ്ച് ഫോൾഡ് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് പീസും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവിടുന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും സെൻറ്റർ പോയിൻറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടുന്ന് മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് സ്ലീവും ബോഡി പാർട്ടും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്ലീവ് ഉൾപ്പെടെ ബോഡി പാർട്ട് അടക്കം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് രണ്ട് ഭാഗവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യം, ഒന്ന് നെക്കും താഴ്വശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അരയിഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒരു അരയിഞ്ച് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒറ്റേ ഒരു കാര്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെക്കിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ അളവെടുക്കണം. അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കുക, നെക്ക് വെക്കുന്നത് കറക്റ്റായിട്ടായിരിക്കണം. ഇനി നമുക്ക് അളവെടുക്കാം. ഇതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്നും പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ വേണ്ടിയിട്ട്. അളവിൽ യാതൊരു വേരിയേഷനും വരാൻ പാടില്ല. വളരെ കൃത്യമായിട്ടുള്ള അളവായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ എനിക്കിവിടെ 6.5 ഇഞ്ചാണ് കിട്ടിയത്. ഈ 6.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് ആയാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കം ഞാൻ 8 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4ആയിട്ടല്ല ഫോൾഡ് ചെയ്യുന്നത്, ക്ലോത്ത് രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. 8 ഇഞ്ച് വീതിക്കാണ് നമ്മളിപ്പോൾ ഈ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. എനിക്കിവിടെ 11.5 ഇഞ്ചാണ് വേണ്ടത്. ഒരു 2.5 വയസ്സ് മുതൽ 5 വയസ്സുള്ളവർക്ക് ഈ ഒരു ഇറക്കം മതിയാവും കേട്ടോ. 10.5 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ ഞാനിവിടെ 11.5 ഇഞ്ച് എടുത്തത്. ഞാൻ പറഞ്ഞു ഈ ഒരു 5-6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഇറക്കം മതിയാവും. ഇതിലും വലിയ പ്രായമുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇറക്കം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഇതൊരു കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം കണ്ടോ, നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്ത് ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഒരു 2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ മടക്ക് വരുന്ന ഭാഗത്ത് താഴ്വശത്തേക്കാണ് ഞാനിപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മുകൾ വശത്തു നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്യാപ്പിൻ്റെ മുകൾ വശത്ത് കാണുന്നില്ലേ, ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കേർവ് ഷേപ്പ്, അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് ഇറക്കിയിട്ട് ഒന്ന് കേർവ് ചെയ്യുന്നത്. അതിന് കൃത്യമായ ഒരു അളവൊന്നും ഇനി പറഞ്ഞു തരാനില്ല. കൃത്യമായി 2 ഇഞ്ച് ഇറക്കി കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്നും ജസ്റ്റ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവും. അപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കട്ടിങ് മാത്രമേ ഈ ഒരു ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്വശം കുറച്ചൊന്ന് മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരിയൊന്നും വേണ്ട, വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കുഞ്ഞു പീസ് മാത്രമേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാപ്പിൻ്റെ കട്ടിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ വലിയവരുടെ സൈസ് വരുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ഒരു ക്യാപ്പുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു അളവിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അളവിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു ക്യാപ്പിൻ്റെ രൂപം കേട്ടോ. ഇനി നമുക്കിതിനെ നല്ല വശം ഉള്ളിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്ത പോയിൻ്റ് മുതൽ എൻഡ് വരെ നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്വശം മുതൽ വേണ്ട, കട്ട് ചെയ്ത ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മളിപ്പോൾ മുകൾ വശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ,
കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. ഇനി നമുക്കതിൻ്റെ താഴ്വശത്തേക്ക്, അതായത് നമ്മുടെ ഫേസിൻ്റെ മുകൾ വശത്ത് വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ അരയിഞ്ച് ഫോൾഡ് ചെയ്യുക. വീണ്ടും 1 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. കാരണം നമ്മളവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ 1 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, വീണ്ടും 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ കറക്റ്റായിട്ട് ആ ഒരു പോയിൻറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ക്യാപ്പിൻ്റെ പണിയൊക്കെ തീർന്നു. ഇനി നമുക്ക് ഈ ക്യാപ്പ് നമ്മുടെ ഡ്രസ്സുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്യാപ്പ് ഇതുപോലെ വെച്ചിട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതുപോലെ മൂവ് ചെയ്ത് എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവായിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലെ ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ കറക്റ്റായിട്ട് ആ പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റാണ് കാണിക്കുന്നത്. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഒരു സ്കേർട്ട്, അതുപോലെ ഒരു കുഞ്ഞു ടോപ്പ്, അതിനൊരു ഓവർകോട്ട് എന്ന രീതിയിലാണ്. ഇതിൻ്റെ മോഡൽ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, ടേക്ക് കെയർ.